ഹലോ, എല്ലാവർക്കും നമസ്കാരം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നോ? നമ്മൾ മലയാളികൾക്ക് തമിഴ്നാട് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ സ്വന്തം അയൽക്കാരൻ അല്ലേ? കുടുംബത്തോടെ ചെറിയൊരു ടൂറ് പോകാനോ അല്ലെങ്കിൽ തമിഴ്നാട് സ്പെഷ്യലായ ബിരിയാണി കഴിക്കാനോ പെട്ടെന്ന് ഓടിച്ചെല്ലാവുന്ന ഒരു അയൽവക്കക്കാരനായ ഒരു സംസ്ഥാനമാണ് നമ്മുടെ സ്വന്തം തമിഴ്നാട് അല്ലേ? അവിടുത്തെ മധുര, ഊട്ടി, കൊടൈക്കനാൽ എന്ന സ്ഥലങ്ങളെല്ലാം നമുക്ക് കാണാപാഠമാണ്. അവിടുത്തെ വഴികളും മുക്കും മൂലയും ഹോട്ടലുകളും ആരാധനാലയങ്ങളും എന്തിനേറെ അവിടുത്തെ ചായക്കട പോലും നമുക്ക് പ്രിയപ്പെട്ടതാണ് അല്ലേ? ഇതൊന്നും കൂടാതെ പിന്നെ ഒരു സ്പെഷ്യലും കൂടെ ഉണ്ട്. എന്താണെന്നറിയോ? നമ്മുടെ സ്വന്തം ദളപതി വിജയ്. പക്ഷേ ഇന്നലെയും ഇന്നുമായിട്ട് സോഷ്യൽ മീഡിയയിലും വാർത്തകളിലും ഒരു വമ്പൻ ബ്രേക്കിംഗ് ന്യൂസ് ട്രെൻഡിങ് ആണ്. നിങ്ങൾ കണ്ടു കാണും. നമ്മുടെ കേരള മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നേരെ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയന്, അതായത് നമ്മുടെ വിജയ് അണ്ണന് ഒരു മാസ് കത്തയച്ചിരിക്കുന്നു എന്ന്. സംഭവം ഇതാണ്: അണ്ണാ, ഞങ്ങൾക്ക് കുറച്ച് കല്ലും മെറ്റലും തരുമോ എന്ന്. കേൾക്കുമ്പോൾ കോമഡിയായി തോന്നാം, പക്ഷേ സംഗതി സീരിയസ് ആണ്. നമ്മുടെ നാഷണൽ ഹൈവേയുടെ പണി മൊത്തം നിലച്ചു പോകുന്ന അവസ്ഥയിലാണ്. എന്താണ് ഈ കത്തിൻ്റെ പിന്നിലെ കഥ? കേരളവും തമിഴ്നാടും തമ്മിലുള്ള ഈ കല്ലും മണ്ണും ബിസിനസ് എന്താണ്? നമുക്ക് നോക്കാം. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ അതൊന്ന് ചെയ്തേക്കണേ. ആദ്യം തന്നെ കാര്യം എന്താണെന്ന് നോക്കാം. കഴിഞ്ഞ ജൂലൈ 9 തമിഴ്നാട് സർക്കാർ ഒരു പുതിയ ഓർഡർ ഇറക്കി. അതായത് തമിഴ്നാട്ടിൽ നിന്നുള്ള കരിങ്കല്ല്, മെറ്റൽ, എംസാൻഡ് എന്നിവയൊന്നും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അത്ര എളുപ്പത്തിൽ കയറ്റി അയക്കാൻ പറ്റില്ല. അതിനവർ കടുത്ത നിയന്ത്രണങ്ങൾ വെച്ചു. അയൽ സംസ്ഥാനം എന്ന് പറയുമ്പോൾ പ്രധാനമായും ബാധിക്കുന്നത് ആരെയാണ്? നമ്മുടെ പാവം കേരളത്തെ തന്നെ. നമ്മൾ വലിയ വലിയ റോഡുകളും പാലങ്ങളും പണിയാൻ ഈ കരിങ്കല്ലും മെറ്റലുമൊക്കെ എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്? നമ്മുടെ തമിഴ്നാട്ടിലെ തിരുനെൽവേലി, തെങ്കാശി, കന്യാകുമാരി ജില്ലകളിൽ നിന്നുമാണ്. അവിടെ നിന്ന് എത്രയോ ലോറി കണക്കിന് കല്ലാണ് ദിവസവും കേരളത്തിലേക്ക് വരുന്നത്. ഇപ്പോൾ തമിഴ്നാട് അതിന് പൂട്ടിയിട്ടതോടെ നമ്മുടെ ലോറികളൊക്കെ അതിർത്തിയിൽ സ്റ്റക്കായി കിടക്കുകയാണ്. ഇതോടെയാണ് നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സർ വിജയ് അണ്ണന് അടിയന്തരമായി ഒരു കത്തയച്ചത്. അണ്ണാ, ഞങ്ങളുടെ വിഴിഞ്ഞം പോർട്ട് റോഡിൻ്റെയും നാഷണൽ ഹൈവേയുടെയും പണി നടക്കുകയാണ്. അതുകൊണ്ട് ഈ നിയന്ത്രണങ്ങളിൽ കുറച്ച് ഇളവ് തരണേ എന്നാണ് കത്തിൻ്റെ ഉള്ളടക്കം. ഇനി നമ്മളിൽ ചിലർക്കെങ്കിലും തോന്നാം, അല്ല, നമ്മൾ എന്തിനാ കല്ലിനായി തമിഴ്നാടിനെ മാത്രം ആശ്രയിക്കുന്നത്? നമ്മുടെ നാട്ടിൽ എന്താ പാറമടകളില്ലേ എന്ന്. ഉണ്ട്. പക്ഷേ കേരളത്തിൻ്റെ ഭൂപ്രകൃതി അനുസരിച്ച് നമുക്ക് പരിസ്ഥിതി പ്രശ്നങ്ങൾ വരാതെ വലിയ തോതിൽ കരിങ്കല്ല് പൊട്ടിച്ചെടുക്കാൻ പരിമിതികളുണ്ട്. അതിനാണ് നമ്മൾ തമിഴ്നാടിനെ ആശ്രയിക്കുന്നത്. പക്ഷേ ഇതിലൊരു രസകരമായ ട്വിസ്റ്റ് ഉണ്ട്. എന്താണെന്നറിയാമോ? നമ്മൾ അവിടുന്ന് കല്ല് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഇവിടുന്ന് വണ്ടി കണക്കിന് മണ്ണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കേരളത്തിലെ പല ഭാഗങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് അതിർത്തി ജില്ലകളിൽ നിന്നും ചുവന്ന മണ്ണും കളിമണ്ണുമൊക്കെ തമിഴ്നാട്ടിലെ സിമൻറ്റ് ഫാക്ടറികളിലേക്ക് ലോഡ് കണക്കിന് പോകുന്നുണ്ട്. അതായത് നമ്മുടെ മണ്ണ് അവിടെ ചെന്ന് സിമൻ്റ് ആകും. ആ സിമൻറ്റും അവിടുത്തെ കരിങ്കല്ലും കൂടി ചേർത്ത് നമ്മൾ ഇവിടെ വീടും റോഡും പണിയും. എന്തൊരു കോമ്പിനേഷൻ അല്ലേ! ഒരു തരം കൊടുക്കൽ വാങ്ങൽ. അപ്പോൾ തമിഴ്നാട് കല്ലിന് നിയന്ത്രണം വയ്ക്കുമ്പോൾ നമ്മൾ വിചാരിച്ചാൽ മണ്ണിനും നിയന്ത്രണം വയ്ക്കാൻ പറ്റും. പക്ഷേ അങ്ങനെ തമ്മിൽ തല്ലിയാൽ രണ്ട് സംസ്ഥാനത്തെയും ജനങ്ങളാണ് ബുദ്ധിമുട്ടുക. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിമാർ തമ്മിൽ ചർച്ച ചെയ്ത് സമാധാനപരമായി പരിഹരിക്കാൻ ശ്രമിക്കുന്നത്. കേരള മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സാറിൻ്റെ ഈ കത്ത് വെറുമൊരു സാധാരണ കത്തല്ല. ഇതിനു പിന്നിൽ വലിയൊരു ടൈം ബോംബ് നടക്കുന്നുണ്ട്. എന്താണെന്നല്ലേ? വരാൻ പോകുന്ന ഓഗസ്റ്റ് 18 നമ്മുടെ അഭിമാനമായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് നിന്ന് നേരിട്ടുള്ള കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾ ഔദ്യോഗികമായി ആരംഭിക്കുകയാണ്. തുറമുഖം സജീവമായാൽ വലിയ വലിയ കണ്ടെയ്നർ ലോറികൾ നമ്മുടെ റോഡുകളിലൂടെ വരണം. അതിന് നാഷണൽ ഹൈവേയുടെ പണി വേഗത്തിൽ തീർക്കണം. കല്ലും മെറ്റലും കിട്ടാതെ റോഡ് പണി വൈകിയാൽ വിഴിഞ്ഞം പോർട്ട് വന്നിട്ടും വലിയ കാര്യമില്ലാത്ത അവസ്ഥയാകും. വി.ഡി. സതീശൻ സാർ കത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഈ റോഡ് പണി തീരുന്നത് കേരളത്തിനും മാത്രമല്ല, മൊത്തം സൗത്ത് ഇന്ത്യയുടെ ബിസിനസ്സിനും ടൂറിസത്തിനും തമിഴ്നാടിനും വരെ ഗുണം ചെയ്യും എന്ന്. അതുകൊണ്ട് ഇതൊരു ഈഗോ പ്രശ്നമാക്കാതെ വിജയ് അണ്ണൻ ഇടപെട്ട് പരിഹരിക്കുമെന്നാണ് നമ്മുടെയെല്ലാം പ്രതീക്ഷ. നമ്മൾ കേരളത്തിൻ്റെ കാര്യം മാത്രം പറഞ്ഞാൽ പോരല്ലോ, തമിഴ്നാടിൻ്റെ ഭാഗത്തും ചില ന്യായങ്ങളൊക്കെ ഉണ്ട്.
അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. പ്രകൃതി വിഭവങ്ങൾ അമിതമായി ചൂഷണം ചെയ്യുന്നത് തടയാനാണ് തമിഴ്നാട് സർക്കാർ ഈ നിയമം കൊണ്ടുവരുന്നത്. അവരുടെ നാട്ടിലെ പരിസ്ഥിതി സംരക്ഷിക്കേണ്ടത് അവരുടെയും കൂടി ആവശ്യമാണല്ലോ. അതുകൊണ്ട് കള്ളക്കടത്തും അമിത ചൂഷണവും തടയാൻ അവർ വെച്ച ഓൺലൈൻ പാസുകളും നിയന്ത്രണങ്ങളും നല്ലതാണ്. പക്ഷേ നാഷണൽ ഹൈവേ പോലെയുള്ള വലിയ സർക്കാർ പ്രൊജക്റ്റുകൾക്ക് പ്രത്യേക ഇളവ് നൽകണം എന്നാണ് കേരളത്തിൻ്റെ ആവശ്യം. 2 മുഖ്യമന്ത്രിമാരും യുവ നേതാക്കളായതുകൊണ്ട് തന്നെ ഒരു സ്മാർട്ട് ഫോർമുല വഴി ഇതിനൊരു പരിഹാരം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, കേരളത്തിലെ മണ്ണ് തമിഴ്നാട്ടിലെ സിമൻറ്റ് കമ്പനികളിലേക്ക് പോകുന്നു. തമിഴ്നാട്ടിലെ കല്ല് കേരളത്തിലെ റോഡുകളിലേക്ക് വരുന്നു. ഈ ഒരു നല്ല ബന്ധം തകരാതെ മുന്നോട്ട് പോകട്ടെ. വിജയ് അണ്ണൻ സതീശൻ സാറിൻ്റെ കത്തിന് അനുകൂലമായ മറുപടി നൽകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ജൂലൈ 28-നാണ് നമ്മുടെ മുഖ്യമന്ത്രി VD സതീശൻ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്ക്ക് ഈ കത്ത് നേരിട്ട് അയക്കുന്നത്. ജൂലൈ 9-ന് തമിഴ്നാട് കൊണ്ടുവന്ന ആ കടുത്ത നിയമം കാരണം കന്യാകുമാരി തെങ്കാശി ബോർഡറുകളിലൊക്കെ നമ്മുടെ വണ്ടികൾ കട്ടപ്പുകയായി കിടക്കുകയാണ്. തമിഴ്നാടിൻ്റെ പരിസ്ഥിതി നോക്കുന്നതൊക്കെ നല്ല കാര്യമാണ് അണ്ണ. പക്ഷേ ഞങ്ങളുടെ നാഷണൽ ഹൈവേ പണി മുടങ്ങാതെ നോക്കാൻ ഒരു പ്രത്യേക ഇളവ് തരണം എന്നാണ് സതീശൻ സാറിൻ്റെ ഡിമാൻഡ്. വിജയ് അണ്ണൻ്റെ മാസ് മറുപടിക്കായി നമുക്ക് കാത്തിരിക്കാം. നിങ്ങൾക്ക് എന്തു തോന്നുന്നു? തമിഴ്നാട് നിർമ്മാണ സാമഗ്രികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയത് ശരിയാണോ? കേരളത്തിൽ നിന്നുള്ള മണ്ണ് കടത്തിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു കിഡിലൻ കറണ്ട് അഫയേഴ്സ് ഇൻഫോർടൈൻമെൻറ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.